ഗോഡ്സ് പ്രൊവിഷൻ ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. അപ്രതീക്ഷിതമായ വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തരുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ മകന് പോക്കറ്റ് മണിയായി 100 രൂപ നൽകി. വലിയ സന്തോഷത്തോടെ ആ സമ്മാനവുമായി പുറത്തേക്ക് പോയ മകൻ വെറും കൈയോടെ വരുന്നു. പക്ഷേ അവൻ സന്തുഷ്ടനായിരുന്നു. അവൻ്റെ സന്തോഷം കണ്ട പിതാവ് ചോദിച്ചു, ഇന്ന് എന്തു പറ്റി ഇത്ര വലിയ സന്തോഷം? അതെ അപ്പ തന്ന 100 രൂപ ഞാനൊരു പാവപ്പെട്ട അപ്പൂപ്പന് കൊടുത്തു. അപ്പൂപ്പനെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലായിരുന്നു. അപ്പൂപ്പന് 2 ദിവസമായി ചോറുണ്ടിട്ടെന്ന് പറഞ്ഞപ്പം ഞാനതും കൊടുത്തു. പപ്പ പറഞ്ഞിട്ടില്ലയോ അപ്രതീക്ഷിതമായ വിധത്തിൽ ദൈവം കരുതുമെന്ന്? ആ അപ്പൂപ്പൻ എന്നെ ഒത്തിരി അങ്ങ് അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇത് കേട്ട ആ പിതാവ് വീണ്ടും അവൻ്റെ പോക്കറ്റിലോട്ട് 100 രൂപ ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ആ രൂപ എടുത്തേച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ഇത്രേ എളുപ്പം വേഗത്തിൽ തന്നെ നീ എനിക്ക് ആ 100 രൂപ തന്നല്ലോ, നന്ദി കർത്താവേ എന്ന്. നമ്മുടെ പ്രവൃത്തികളെ, ചിന്തകളെ കൃത്യമായി അറിയുന്ന ഒരാളാണ് നമ്മുടെ സഹായത്തിനായി വരുന്നത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ബാൽ ശാലീശയിൽ നിന്ന് ഒരുവൻ വന്നു. ഇവൻ വന്ന സമയം എപ്പോഴാണെന്ന് 38-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ കഠിനമായ ക്ഷാമത്തിൻ്റെ കാലത്താണ്, വരൾച്ചയുടെ കാലത്താണ് വന്നത്. വരൾച്ച എന്നത് ഭൂമിക്ക് മാത്രമല്ല മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകും. ഈ വന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരോ ആ സ്ഥലത്തെക്കുറിച്ചോ മറ്റൊരിടത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല. ആ വ്യക്തിയുടെ കയ്യിൽ യവത്തപ്പവും മലരുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തു കൊണ്ടുവന്നു എന്നുള്ളതല്ല നമുക്ക് വിഷയം. വരൾച്ചയുടെ കാലത്ത് സഹായിക്കുവാൻ ഒരാൾ വന്നു. ബാൽ എന്ന് പറഞ്ഞാൽ ഗോഡ്, ദൈവം. ശലിശ 3. Spiritually it means the one who has come from the heavenly presence of triune God. അതായത് തൃത്വം വസിക്കുന്ന ഇടത്ത് നിന്നും മനുഷ്യരുടെ ബുദ്ധിമുട്ട്, രോഗം, നിസ്സഹായത ഇത് മനസ്സിലാക്കി സഹായിപ്പാൻ വന്ന ഒരാൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാം, 3 ദിവസം തൻ്റെ അടുക്കലിരുന്ന വചനം കേട്ട ജനത്തിന് ആഹാരം കൊടുക്കുവാൻ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാം. ആദ്യം ആത്മീയ ഭക്ഷണം കൊടുത്തു, പിന്നെ ഭൗതിക ഭക്ഷണവും നൽകി. നൽകണമെങ്കിൽ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ ഉള്ളതിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്ത ശേഷം 7 യവത്തപ്പം 7 കൊട്ട നിറച്ച് ബാക്കി ശേഷിപ്പ് കരുതുവാൻ കഴിഞ്ഞു. അപ്പോൾ കരുതുന്ന ഒരു ദൈവം നിൻ്റെ വിശപ്പ് മാത്രമല്ല, നിൻ്റെ നിസ്സഹായതയിലും നിന്നെ കരുതുന്ന ദൈവമാണെന്ന് ബെഥസ്ദ കുളക്കര വരെ പോയാൽ മതി നമുക്ക് കാണാം. ആ കുളക്കരയിൽ എത്തുന്നതിന് മുമ്പ് ആ കുളത്തെക്കുറിച്ചൊരു പൊതുവിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ്. മലശ്ശേരിക്കാരനായ ഒരു സ്കറിയ മാസ്റ്റർ ആ ബെഥസ്ദ കുളത്തെപ്പറ്റി നൽകിയ ഒരു വിവരണം രേഖപ്പെടുത്തട്ടെ. അദ്ദേഹം ആ സ്ഥലം സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് ലഭിച്ച വിവരം തയ്യാറാക്കി തന്നത് പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവാണ്. കുറേ നാളത്തെ എൻ്റെ ഒരു സംശയമായിരുന്നു, ക്രൂശിക്കാൻ നീതിമാനെ വിട്ടുകൊടുത്തപ്പോൾ ഈ ക്രൂശ് ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന്. കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും മുന്നൊരുക്കിയിട്ടുള്ള ദൈവം കുരിശിൻ്റെ തടിയും
നേരത്തെ ഒരുക്കിയിരുന്നു എന്ന് കാണാം. ശലോമോൻ വിശുദ്ധ ദേവാലയത്തിന് വേണ്ടി ശേഖരിച്ച തടികളുടെ കൂട്ടത്തിൽ ഈ കിടന്ന തടി ശലോമോൻ്റെ ജ്ഞാനം ഗ്രഹിക്കാൻ വന്ന ശേബാരാജ്ഞിയുമായി നടക്കാനിറങ്ങിയപ്പോൾ അവരുടെ കാൽ ആ തടിയുടെ അരികിലൊന്ന് മുട്ടിയപ്പോൾ തന്നെ അവരുടെ പാദത്തിലുണ്ടായിരുന്ന മുറിവ് ഉണങ്ങി. അത്ഭുത സ്തബ്ധയായ രാജ്ഞി പറഞ്ഞത് വിശുദ്ധിയുടെ വിശ്രമമെന്നാണ്. ശലോമോൻ ആ രഹസ്യമറിയുവാൻ വീണ്ടും ആ തടി മാറ്റി ഒരിടത്തിട്ടിട്ട് ആ വഴി നടന്നുപോയി. രാജ്ഞി വീണ്ടും ആ തടിയുടെ എത്തിയപ്പോൾ ഞെട്ടി പുറകോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ രാജാവ് മനസ്സിലാക്കി, അശുദ്ധനായ മനുഷ്യൻ്റെ കരസ്പർശമേൽക്കാതെ വിശുദ്ധമായി തന്നെ ഈ തടി സൂക്ഷിക്കുവാൻ അദ്ദേഹം അത് ആ ബെഥസ്ദാ കുളത്തിലെടുത്തിടുകയായിരുന്നു. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. വചനത്തിൽ നിന്ന് തന്നെ അറിയാം. ദൂതന്മാർ ആ കുളത്തിലിറങ്ങി എന്നും ഇത് വൃത്തിയാക്കും. അപ്പോൾ വെള്ളം കലങ്ങുമ്പോൾ ആരിറങ്ങുന്നോ അവൻ്റെ രോഗം സൗഖ്യമാകും. ഈ തടി ഇതിനകത്തുണ്ടെന്നൊന്നും ആളുകൾക്കറിയത്തില്ല. ഈ തടി എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളതിന് ഐതിഹ്യം വേറെയുമുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം ഏത് വൃക്ഷമാണോ തങ്ങളെ അവിടെ നിന്ന് ഇറക്കുവാൻ കാരണമായത്, ആ വൃക്ഷത്തെ കമ്പൊടിച്ച് നാട്ടുകയും അത് കിളിച്ച് വലുതായി ഒരു മരമായി തീർന്നതാണ് ഈ മരമെന്നാണ് വെപ്പ്. ഈ മരത്തിൽ നിന്ന് തന്നെയാണ് മോശ തൻ്റെ വടി വെട്ടിയതെന്നും പറയപ്പെടുന്നു. ക്രൂശിന് വേണ്ടി തടി അന്വേഷിച്ചിറങ്ങിയ പട്ടാളക്കാർ എത്തിയപ്പോൾ തടി ഉയർന്നു വന്നതിനാൽ തടി ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തില്ല. എന്നാൽ ഈ പട്ടാളക്കാർ വന്നപ്പോൾ ഈ തടി തന്നെ ഉയർന്നു വന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് അവരത് കൊണ്ടുപോയി ക്രൂശുണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബെഥസ്ദാ കുളക്കരയിലേക്ക് നമുക്കൊന്ന് പോകാം. ആ കുളത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു. അവിടെ 38 വർഷമായി ഒരുത്തൻ കിടന്നു. നമ്മുടെ വിഷയം ഒരാൾ വന്നു. ബാൽശാലീശയിൽ നിന്ന് ഒരാൾ വന്നു. കുളക്കരയിൽ 38 വർഷമായിട്ട് കിടന്നവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾ വന്നു. ആ ആൾ ആരാണ്? എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് കിടക്കുന്ന ഒരുത്തൻ. എന്നാൽ വന്ന വ്യക്തി ആരാണെന്ന് അയാൾക്ക് അറിയത്തില്ല. പക്ഷെ ആ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, 38 വർഷമായി കിടക്കുന്നവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്ന ആ വാക്ക് തീർച്ചയായിട്ടും യജമാനെ വേദനിപ്പിച്ച് കാണും. യജമാനൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. അവൻ അതനുസരിച്ചു. അപ്പോൾ ഫലം ലഭിക്കണമെങ്കിൽ അനുസരണവും ആവശ്യമാണ്. ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്തവന്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നമ്മെ അറിഞ്ഞവനാണ് ആശ്വസിപ്പിക്കുവാൻ അവിടെ എത്തിയത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കൂനിയായ ഒരു സ്ത്രീയെ കാണാം. അവർ എത്തിയത് കൂനിയായിട്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി എത്തിയത്. പള്ളിയിൽ അവരെത്തി. തീർച്ചയായിട്ടും ഈ കൂനിയായ സ്ത്രീ കൂനി വരുമ്പോൾ അവരെ പരിഹസിക്കാൻ ആളുകൾ കാണും. അവർക്ക് മനുഷ്യരുടെ മുഖം കാണത്തില്ല, അവർ കുനിഞ്ഞായിരിക്കുന്നത്. പക്ഷെ അവർക്ക് കേൾക്കാം. യേശുവിനെ അവർ കണ്ടില്ല, പക്ഷെ യേശുവിനെ അവർ കേട്ടു. കേൾക്കാൻ ആഗ്രഹത്തോടെ ആ പള്ളിയിൽ വന്നിരുന്നപ്പോൾ ഗുരു അവരെ കണ്ടു. അവരുടെ വേദനയിൽ സഹതാപം കാണിച്ചു. അവർ 18 വർഷമായി കൂനി നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ കൂനിയായ സ്ത്രീയെ ദൈവം തൊട്ടു. അവളെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. 18 വർഷമായി അവൾ അനുഭവിച്ച പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ ഒരാൾ വന്നു. ആ ആൾ അവളെ സൗഖ്യമാക്കി. ഇന്ന് നിങ്ങളും ഞാനും പല തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി വർഷമായി കാണും. ഇവിടെ വർഷമല്ല പ്രധാനം. അവൻ്റെ കൈവച്ചാൽ നിൻ്റെ പ്രതികൂലം നീങ്ങും. അവനൊരു വാക്ക് പറഞ്ഞാൽ
നിൻ്റെ പ്രശ്നങ്ങൾ മാറും. വർഷമെന്നതല്ല വിഷയം, ബാൽശാലീസിൽ നിന്ന് അവൻ നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ശാരീരികവും ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങൾ എത്ര കഠിനമായാലും അതിനെ മാറ്റിത്തരുവാൻ കഴിയുന്ന ഒരുവൻ, അവൻ ബാൽശാലീശയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരും, നിശ്ചയമായും വരും. അതിനായി നമ്മെ തന്നെ ഒരുക്കാം, അദ്ദേഹത്തെ സ്വീകരിക്കാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.